ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിരില്ലല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. റബ്ബി ഇശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകൾ എല്ലാ അസറിന് ശേഷവും അസർ ജമാഅത്തിനും സുബ്ഹി ജമാഅത്തിനും അതോടൊപ്പം ആഴ്ചയിൽ തിങ്കളും വ്യാഴവും വർഷത്തിൽ ശഅബാൻ മാസത്തിലും അള്ളാഹുവിന്റെ അരികിലേക്ക് ഉയർത്തപ്പെടുമെന്ന് കഴിഞ്ഞ ആഴ്ചയിലെ ഖുതുബയിലൂടെ നമ്മൾ മനസ്സിലാക്കി. നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇബാദത്തുകളും കർമ്മങ്ങളുമാണ് നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും അള്ളാഹു എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനം. ഒരു മനുഷ്യന്റെ ദുനിയാവിലുള്ള അവന്റെ വിധിയും ആഖിറത്തിലുള്ള റബ്ബിന്റെ തീരുമാനവും, ഇതൊക്കെ റബ്ബ് തീരുമാനമെടുക്കുന്നത് ജീവിച്ച കാലഘട്ടത്തിൽ നമ്മൾ ചെയ്ത അമലുകളുടെ രേഖകൾ മുൻനിർത്തിയാണെന്നും ആ രേഖകൾക്കനുസരിച്ചിട്ടാണ് മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹു തീരുമാനമെടുക്കുന്നതെന്നും വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിലും പ്രവാചക ചരിത്രത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മളൊക്കെ നമ്മളെ അമലുകൾ വർദ്ധിപ്പിക്കുന്നത്. നാളെ അള്ളാഹുവിന്റെ മുൻപിൽ എത്തുമ്പോ നമ്മളെ തുലാസ് കനം തൂങ്ങണം. ആ കനം തൂങ്ങേണ്ട സമയത്ത് നമ്മൾ ചെയ്ത ഇബാദത്തുകളൊന്നും അള്ളാഹു സ്വീകരിക്കാതിരിക്കുകയും വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ ചെയ്തിരുന്ന പലതും നമ്മളെ തുലാസുകളിൽ എത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അത്തരക്കാരായിരിക്കും ഏറ്റവും വലിയ ഹതഭാഗ്യവാന്മാർ. അവരെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല സൂചിപ്പിച്ചതും ആമിലത്തുൻ നാസിബ.
വലിയ കഷ്ടപ്പാടിന്റെ കണക്കുമായിട്ടാണ് അവരെന്റെ അരികിലേക്ക് വരുന്നത്. അവരൊരുപാട് നമസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് നോറ്റിട്ടുണ്ട്, അവനവനെ കൊണ്ട് സാധിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റബ്ബ് എന്റെ സ്വർഗമാണ് എനിക്ക് നിശ്ചയിക്കുക എന്ന പ്രതീക്ഷയോടെ വലിയ അമലുകളുടെ ഭാണ്ഡക്കെട്ടുമായി റബ്ബിന്റെ അരികിലേക്ക് അവർ വിചാരിക്കും. പക്ഷേ തസ്ലാ നാറൻ ഹാമിയ, കത്തിജ്വലിക്കുന്ന അഗ്നിയിലേക്കാണ് അവരുടെ പര്യവസാനം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അവസാനം അഗ്നിയിലേക്ക് ഇന്ന് റബ്ബിന്റെ പ്രവാചകനിലൂടെ അല്ലാഹുത്താല ഓർമ്മപ്പെടുത്തിയപ്പോ സ്വഹാബത്ത് ഒന്നടങ്കം ചോദിച്ചു, റസൂലേ അതെന്തുകൊണ്ടാ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറഞ്ഞു, അവര് ചെയ്ത അമലുകൾ അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടില്ല. അവരുടെ അമലുകൾ അള്ളാഹുവിന്റെ ആകാശം വിട്ടുകടന്നിട്ടില്ല. അത് റബ്ബ് രേഖപ്പെടുത്തുന്ന രേഖയിൽ അത് വന്നിട്ടില്ല. ഉടനെ സഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ അതെന്തുകൊണ്ട്? ഞങ്ങൾ ചെയ്ത അമലുകൾ എന്തേ അള്ളാന്റെ അരികിലേക്ക് ഉയർത്തപ്പെടാത്തത്? അതിനു മറുപടിയായി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, ഒരു കൂട്ടം ആളുകളുടെ അമലുകൾ അള്ളാഹുവിന്റെ അരികിലേക്ക് ഉയർത്തപ്പെടുന്നില്ല. ആ കൂട്ടരിൽ ഒന്നാമത്തെ വ്യക്തി പരസ്പരം വൈരാഗ്യവും പകയും പിണക്കവും കൊണ്ടു നടക്കുന്ന ആളുകൾ. ഇന്ന് നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ അലോഗ്യപ്പെട്ട് ജീവിക്കുന്നവർ, കുടുംബബന്ധം മുറിച്ചവർ, തമ്മിൽ ബന്ധങ്ങൾക്ക് ദുനിയാവിൽ ഒരു ശ്രേഷ്ഠതയും കൊടുക്കാത്തവർ, മരണം വരെ മനസ്സിന്റെ പകയും ഈഗോയും വാശിയും കൊണ്ടു നടന്ന് അള്ളാഹു വീതിച്ചു തന്ന ദുനിയാവിന്റെ പേരിൽ, പണത്തിന്റെ പേരിൽ, അള്ളാഹുത്താല ഏൽപ്പിച്ചു തന്ന കുടുംബത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് വൈരാഗ്യം കൊണ്ടു നടക്കുന്ന ആളുകളുടെ അമലുകൾ അള്ളാഹുവിന്റെ അടുത്തേക്ക് ഉയർത്തപ്പെടുന്നില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, തുഫ്തഹു അബ്വാബുൽ ജന്ന, ആ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. യൗമുൽ ഇസ്നൈനി വയൗമുൽ ഖമീസ്, എല്ലാ തിങ്കളും എല്ലാ വ്യാഴവും. ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ, അന്ന് അടിമ ചെയ്ത എല്ലാ അവന്റെ സൽക്കർമ്മങ്ങൾ എടുത്ത് അവന്റെ പറ്റിപ്പോയ തിന്മകളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും. അതേത് പാപം അവൻ ചെയ്തിട്ടുണ്ടോ അവന്റെ നന്മക്ക് 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ റബ്ബ് കൂലി നിശ്ചയിക്കും. എന്തിന്? അവൻ ചെയ്ത പാപങ്ങൾ ഈ നന്മകളെ കൊണ്ട് അള്ളാഹു പൊറത്തു കൊടുക്കാൻ. നമ്മൾ പോലും വിചാരിക്കാത്ത കൂലി നമ്മളെ ചെറിയ അമലിന് അള്ളാഹു തരും. എന്നിട്ട് ആ അമലിന്റെ വലുപ്പം കൊണ്ട് അള്ളാഹു ചെയ്ത പാപങ്ങൾ പൊറുക്കും. അതാർക്കേ റബ്ബ് കൊടുക്കൂ? ലാ യുശ്രികു ബില്ലാഹി ശൈഅൻ, റബ്ബിൽ പങ്കു ചേർക്കാത്ത വ്യക്തികളാണെങ്കിൽ അവർക്കത് കിട്ടിയിരിക്കും. ഇല്ലാ റജുലൻ, ഒരാൾക്ക് റബ്ബ് അത് കൊടുക്കില്ല. ഉലമാക്കൾ രേഖപ്പെടുത്തി, അത് ആണായാലും ശരി പെണ്ണായാലും ശരി, ഒരു വിഭാഗം ജനങ്ങൾക്ക് അല്ലാഹു അത് കൊടുക്കില്ല. കാനത്ത് ബൈനഹു വബൈന അഖീഹി ശഹനാഉൻ, കാരണം അവനും മറ്റൊരു സുഹൃത്തിനുമിടയിൽ, മറ്റൊരു ബന്ധുവിനുമിടയിൽ അവർക്കിടയിൽ എന്തോ അലോഗ്യമുണ്ട്, പകയുണ്ട്. അത് മനസ്സിൽ കൊണ്ടു നടക്കുന്ന വൈരാഗ്യമായി കൊണ്ടു നടക്കുന്നവരാണെങ്കിൽ ഫയുഖാലു, റബ്ബിന്റെ കൽപ്പന വരും, ഉൻറുറു ഹാദൈനി ഹത്താ യസ്തുലിഹ, അവർ രണ്ടാളും ആ അലോഗ്യം മാറ്റുന്നത് വരെ അവരുടെ ഇബാദത്തുകളോ കർമ്മങ്ങളോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരുടെ അമലുകൾ അള്ളാന്റെ അരികിലേക്ക് എത്തുന്നില്ല. വരാനിരിക്കുന്ന റമളാൻ മാസത്തിന്റെ കൂലിയും പ്രതിഫലവും പുണ്യവും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏതെങ്കിലും കുടുംബങ്ങൾക്കിടയിൽ അലോഗ്യമോ അഭിപ്രായ വ്യത്യാസമോ മറ്റേതെങ്കിലും അർത്ഥത്തിലുള്ള വേർതിരിവുകളോ ആർക്കെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പകയോ ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തതിനെ കൊണ്ടാണ് ആ പക വന്നതെങ്കിൽ നമ്മൾ പൊരുത്തം വാങ്ങണം. നമ്മൾ ചെയ്യാത്തൊരു വിഷയത്തിന്റെ പേരിലാണ് അവർക്ക് നമ്മളോട് പകയെങ്കിൽ നമ്മൾ തിരിച്ച് പക കാണിക്കേണ്ട. കിട്ടുന്ന അവസരത്തിൽ ആ ബന്ധം ചേരാനുള്ള സ്വഭാവം നമ്മളെ ഭാഗത്തു നിന്നുണ്ടാവണം. അല്ലാതെ ഞാനല്ലല്ലോ എന്നോട് മിണ്ടാതെന്ന്, എന്നോട് മിണ്ടണ്ടോ എന്നോട് മിണ്ടട്ടെ എന്ന വാശി പാടില്ല എന്നർത്ഥം. എന്റെ ഖബറിൽ ഞാൻ ഒറ്റക്കാണെങ്കിൽ എന്റെ അമലുകൾ എനിക്ക് ഉപകാരപ്പെടണമെങ്കിൽ ശാബാൻ മാസത്തിൽ ഒരു ദിവസത്തെ പറ്റിയും അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തി, അന്ന് അടിമയുടെ അമലുകൾ അള്ളാന്റെ അടുത്തേക്ക് ഉയർത്തപ്പെടും. അത് കണ്ട് ബോധിച്ച റബ്ബ് ആ അടിമക്ക് വേണ്ട എല്ലാ നന്മകളും രേഖപ്പെടുത്തും.
രണ്ടു പേരുടേത് അള്ളാഹു സ്വീകരിക്കുന്നില്ല, പാപം പൊറുക്കുന്നില്ല. ഒന്ന് മുശ്രിക്കുൻ, രണ്ട് മുഷാഹിനുൻ. സഹാബത്ത് ചോദിച്ചു, റസൂലേ ആരാ മുഷാഹിന്? തിരുദൂതന്റെ മറുപടി, റഹിമിൻ, കുടുംബ ബന്ധങ്ങൾ മുറിച്ചവർ, അലോഗ്യപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ. ഇതാണ് അമലുകൾ ഉയർത്തപ്പെടാതിരിക്കാനുള്ള ഒന്നാമത്തെ കൂട്ടർ. രണ്ടാമതായി അള്ളാന്റെ ഹബീബ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യമാരുടെ അമലുകൾ, ഭാര്യയെ പരിഗണിക്കാത്ത ഭർത്താവിന്റെ അമലുകൾ അള്ളാഹുവിന്റെ അരികിലേക്ക് ഉയർത്തപ്പെടുന്നില്ല. ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ ഒരു സ്ത്രീയുടെ ഏറ്റവും നല്ല അടയാളമായി ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അനുസരണമാണ്. ഭർത്താവിന്റെ മനസ്സറിഞ്ഞ്, അദ്ദേഹത്തിന്റെ ചിന്തകൾ അറിഞ്ഞ്, അദ്ദേഹത്തിന്റെ ദീനിനോടൊപ്പം അനുസരിച്ച് ജീവിക്കാനുള്ളൊരു മനസ്സ്. ഇന്ന് സാന്ദർഭികമായിട്ട് പറയട്ടെ, പല വീട്ടിലും നേരെ തിരിച്ച നല്ല അനുസരണ ബോധമുള്ള പിയാപ്ലാരുണ്ട്, അനുസരിപ്പിക്കാൻ കഴിവുള്ള ഭാര്യമാരുണ്ട്. ആക്ഷേപിക്കുകയല്ല. ഏതെങ്കിലും ഒരു ഇസ്ലാമിക തീരുമാനമെടുക്കുമ്പോ പെണ്ണുങ്ങൾ അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വിചാരിച്ചതായിക്കോട്ടെ എന്ന് ഇന്ന് പറയുന്ന നിലപാടില്ലാത്ത ഭർത്താക്കന്മാരെ പറ്റിയല്ല ഇസ്ലാം ഈ ആയത്തിന്റെയും ഹദീസിന്റെയും നിർവചനത്തിൽ പരിചയപ്പെടുത്തിയത്. മറിച്ച് കൃത്യമായി കുടുംബം കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന ഭർത്താക്കന്മാരോട്, ആ ഭർത്താക്കന്മാരെ അനുസരിക്കേണ്ട ഭാര്യമാരോട്. ഇന്ന് ബാക്കി എല്ലാ തിന്മകളിലും ചില ഭാര്യമാർ അനുസരിക്കും, അനുസരിപ്പിക്കാൻ ഭർത്താക്കന്മാർക്ക് താല്പര്യമുണ്ട്. നാട്ടിൽ റെസിഡൻസിന്റെ ഗാനമേളയുണ്ടോ? നമ്മൾ അവിടെയുണ്ട്. ഏതെങ്കിലും വാർഷികാഘോഷത്തിന്റെ ആഘോഷ പരിപാടികളുണ്ടോ? നമ്മൾ അവിടെയുണ്ട്. അത് ഗാനമേളയാണെങ്കിലും ആഘോഷമാണെങ്കിലും ഭാര്യനെയും കുട്ടി പുറപ്പെടുന്ന ഒരു ഭർത്താവിന് നാളെ പള്ളിക്ക് പോകണം, അല്ലെങ്കിൽ ഖുർആൻ ക്ലാസ് പങ്കെടുക്കണം, നേരം വെളുക്കുമ്പോ ഒരു 10 തോതണം, സുബഹിന്റെ മുൻപ് ഈ പുരയിൽ വിളക്ക് കത്തിക്കണം. ഇന്ന് നിയന്ത്രിക്കാൻ സാധിക്കാത്ത ജീർണത ബാധിച്ച കുടുംബങ്ങളും നമ്മളെ കൂട്ടത്തിലുണ്ട്. എന്തുകൊണ്ട് ജീർണത ബാധിച്ചു? ഇസ്ലാം പഠിപ്പിച്ചതുപോലെ ഭർത്താവിനെ അനുസരിക്കുന്ന ഭാര്യമാരല്ല, ഭാര്യയെ അനുസരിക്കുന്ന ഭർത്താക്കന്മാരായി കുടുംബത്തിൽ ജനങ്ങൾ മാറി, ആണുങ്ങൾ മാറി. അവിടെ ആ ലോകത്തിന്റെ ഹബീബ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ ഓരോരുത്തരും ഗൗരവത്തോടെ ആ വിഷയം ചിന്തിക്കണം. ഈ വിഷയത്തിന് ഒരു മറുവശം കൂടിയുണ്ട്. ചില ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ ദീനിൽ അത്ര താല്പര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഭർത്താക്കന്മാരെ ഭാര്യമാർ അനുസരിക്കാതിരിക്കലല്ല, പിയാപ്ലക്ക് അത് ഇഷ്ടല്ല എന്ന കാരണം കൊണ്ട് ദീന് തന്നെ വേണ്ടെന്ന് വെക്കേണ്ടി വരുന്ന ഭാര്യമാരും നമ്മളെ കൂട്ടത്തിലുണ്ട്. കാരണം ഭർത്താവിന് ഇഷ്ടം ഞാൻ മോഡൽ ലുക്കിൽ നടക്കുന്നതാ, എന്റെ ശരീരവും കാണാൻ പാടില്ലാത്തതൊക്കെ നാട്ടുകാരെ കാണിക്കുന്നതാ എന്റെ പിയാപ്ലക്ക് ഇഷ്ടം. ഇടക്കിടെ കാഴ്ചക്ക് സിനിമക്ക് പോവുകയും സിനിമക്ക് കൂട്ടിക്കൊണ്ടുപോകില്ല എന്റെ പിയാപ്ലക്ക് ഇഷ്ടം. അതല്ലെങ്കിൽ നമസ്കാരത്തിന് വരാൻ ഇക്കാലം വരെ എന്റെ പിയാപ്ല എന്നെ പ്രേരിപ്പിച്ചിട്ടില്ല. നമസ്കാരത്തെ പറ്റി പറയുമ്പോ പരിഹസിക്കുക, ഇത്യാദി രീതിയിൽ കുടുംബത്തിൽ ഒരു ഗുണവും ചെയ്യാത്ത, അതല്ലെങ്കിൽ ഭാര്യയെ സ്വർഗത്തിലെത്തിക്കണം, മക്കളെ സ്വർഗത്തിലെത്തിക്കണം എന്ന് ചിന്തിക്കാത്ത ഭർത്താക്കന്മാരെ അനുസരിക്കാത്ത ഭാര്യമാരെ പറ്റി അല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് കൃത്യമായി ദീനോടുകൂടി കുടുംബം കൊണ്ടു നടക്കാൻ ആഗ്രഹിച്ചിട്ടും ആ അനുസരണ കാണിക്കാത്ത ഭാര്യമാരുടെ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കുന്നില്ല. എന്നാൽ ആ കുടുംബത്തിന് ഇങ്ങനത്തെ ഒരു പിയാപ്ലനിയാ കിട്ടിയതെങ്കിൽ ആഴ്ചക്കാഴ്ചക്ക് വെറൈറ്റി ഫുഡ് കഴിക്കണം, പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഷോ ഇറക്കണം, നാടൊട്ടുക്കും എന്തൊക്കെ പരിപാടികളുണ്ടോ അവിടെയൊക്കെ പോണം, എന്നിട്ട് അതൊക്കെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം എന്ന് ചിന്തിക്കുന്ന ആധുനിക മോഡേണിസ്റ്റ് ഭർത്താവാണെങ്കിൽ അത് അവളുടെ പരീക്ഷണമാ ആ ഭർത്താവ്. ആ കുടുംബത്തിന് കിട്ടുന്ന ഒരു പരീക്ഷണമാ ഭർത്താവ്. തന്റെ ഇണയെയും കുടുംബത്തെയും സ്വർഗത്തിലെത്തിക്കണം എന്നാഗ്രഹിക്കാത്തൊരു ഭർത്താവ് തന്റെ ഭാര്യയെ പൊന്നും കുടത്തിലിട്ട് കൊണ്ടുനടന്നാലും ശരി, ചോദിച്ചതെന്ത് വാങ്ങിക്കൊടുത്താലും ശരി, അവള് നാട്ടുകാരോടും കുടുംബക്കാരോടും എന്റെ മൂപ്പർക്ക് ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്തരും എന്ന് നിങ്ങളെ പൊലിപ്പിച്ച് പറഞ്ഞാലും ശരി, ഒരു വക്തിന് പള്ളിയിലേക്കോ ഖുർആൻ പഠിക്കുന്നതിലേക്കോ ദീനി ചിട്ടയിൽ വസ്ത്രം ധരിപ്പിച്ച് കൊണ്ടടക്കാനോ പറ്റുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ട് ഉറപ്പിച്ചോളൂ, നിങ്ങളെ പെണ്ണുങ്ങൾക്ക് കിട്ടിയ പരീക്ഷണ ഭർത്താക്കന്മാര്. ആ ഭർത്താക്കന്മാരെ പറ്റിയല്ല ഇസ്ലാം ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ തന്റെ ഭർത്താവിന്റെ ദീനിനോട് ചേർന്ന് നിൽക്കുന്ന ഭാര്യമാര്, തന്റെ ഭർത്താവിന്റെ ദീനിനോട് വലിയ സ്നേഹത്തോടുകൂടി അടുത്തു നിൽക്കുന്ന ഭാര്യമാര്, അതുകൊണ്ട് തന്നെയാണ് ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യ എന്ന് പറഞ്ഞാൽ ആ ഭാര്യയുടെ ജീവിതത്തിൽ അവരെത്രയേറെ ജീവിതത്തിന്റെ മേൽകളിലെത്തിയാലും ശരി, ഭർത്താവിനെ അനുസരിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ഇബാദത്തുകൾ അള്ളാന്റെ അരികിലേക്ക് ഉയർത്തപ്പെടുന്നില്ല. ഇദാ ദഅ റജുലു
ഒരാൺ അവന്റെ പെണ്ണിനെ വിളിച്ചു ഇംറഅതുഹു ഇലാ ഫിറാശിഹി, അവന്റെ വിരിപ്പിലേക്ക് ആ പെണ്ണിനെ അവൻ ക്ഷണിച്ചു. ഫഅബത്ത്, അവളത് വേണ്ട നിരാകരിച്ചു. ഇവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ രാത്രി അല്ലെങ്കിൽ മനുഷ്യന്റെ ശരീരം ആഗ്രഹിക്കുന്ന ലൈംഗികതയെ കുറിച്ച് തന്നെയാ. ക്ഷണിച്ചിട്ടും വരാത്തൊരു ഭാര്യ ഫബാത്ത ഗളബാന അലൈഹ, തീർച്ചയായും ഭർത്താവ് അവളോട് കോപിച്ചു. എങ്കിൽ ലഅനതഹൽ മലായികത്തു ഹത്താ തുസ്ബിഹു, നേരം പുലരുന്നതുവരെ അള്ളാഹുവിന്റെ മലക്കുകൾ ആ പെണ്ണിനെ ശപിച്ചുകൊണ്ടിരിക്കും. ഈ ഹദീസിന്റെ നിർവചനത്തിലും ചിലർക്ക് സംശയമുണ്ട്. എങ്ങനെ, ഏത് സമയത്ത് പിയാപ്ര വിളിച്ചാലും എല്ലോ ഒഴിവാക്കി ചെല്ലണം എന്നാണോ? അതല്ലെങ്കിൽ എന്ത് വൃത്തികേട് ചെയ്തിട്ടും ഓന്റെ കൂടെ തന്നെ കിടക്കണം എന്നാണോ? അല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ഥിരം സ്വന്തം സുഖം മാത്രം നോക്കിയോടുന്ന ഭർത്താക്കന്മാരുണ്ട്. ഭാര്യയുടെ ക്ഷീണം ഓൻ പരിഗണിച്ചിട്ടില്ല. ഒരു നല്ല വാക്ക് പെണ്ണുങ്ങളോട് പറഞ്ഞിട്ടില്ല. അവളെ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ സന്തോഷിപ്പിക്കാൻ അവനെ കൊണ്ട് പറ്റിയിട്ടില്ല. അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തിയതെന്താ? നിങ്ങൾ ഭാര്യയെ സമീപിക്കുമ്പം ആദ്യം ദൂതന്മാരെ അയക്കണം. സഹാബത്ത് വെച്ച് നബിയെ, ദൂതരാര? ചുംബനങ്ങൾ, മനസ്സിനിഷ്ടമുണ്ടാക്കുന്ന വർത്താനങ്ങൾ, അവളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അവക്ക് വലിയ സ്ഥാനമുണ്ടെന്നുള്ള പ്രയോറിറ്റി, ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ പരസ്പരം ഷെയർ ചെയ്യൽ, ഇതൊന്നുമില്ലാതെ ഒരു മൃഗത്തെ പോലെ കാടിച്ചെന്ന് രാത്രി എനിക്ക് കിട്ടിയേ മതിയാകൂ എന്ന് ചിന്തിക്കുന്ന ഭർത്താക്കന്മാരെ പറ്റിയല്ല. ഭാര്യയുടെ മനസ്സറിഞ്ഞ്, അവളെ ക്ഷീണമറിഞ്ഞ്, അവൾക്കുള്ള ബഹുമാനവും ആദരവും കൊടുത്ത് സമീപിക്കുന്ന ഭർത്താക്കന്മാരാകണം. മറ്റൊരു രീതിയിൽ ഉലമാക്കൾ ഓർമ്മപ്പെടുത്തി, വൃത്തിയില്ലാതെ കയറി ചെല്ലുന്ന ഭർത്താക്കന്മാരുണ്ട്. ശരീരത്തിലും ജീവിതത്തിലും സിഗരറ്റ് വലിച്ചിട്ടും വായ്ഗന്ധം കൊണ്ടും അതിനേക്കാൾ അപ്പുറം കുടിച്ചും തന്റെ പെണ്ണിനെ സമീപിക്കുന്ന ആളുകൾ, വേദനിപ്പിച്ച് ആസ്വദിക്കുന്നവർ, ആനന്ദം കാണുന്നവർ. അങ്ങനത്തെ പിയാപ്രാർ എപ്പം വിളിച്ചാലും ശരി പെണ്ണുങ്ങൾ പോയിക്കൊള്ളണം എന്നീ ഹദീസിനെ ദുർവ്യാഖ്യാനിക്കരുത്. അവിടെ ഇസ്ലാം ഓർമ്മപ്പെടുത്തുന്നത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ക്ഷണിക്കുന്ന, നന്മയിൽ മുന്നേറുന്ന ഭർത്താവിനെ അനുസരിക്കണം എന്ന. എല്ലാ രംഗത്തും, വസ്ത്രത്തിൽ, ഇബാദത്തിൽ, ആരാധനയിൽ, സ്വഭാവത്തിൽ അങ്ങനെ അനുസരിക്കുന്ന ഭാര്യമാര്, അനുസരിക്കാത്ത ഭാര്യമാരുടെ അമലുകൾ അള്ളാന്റെ അരികിലേക്ക് ഉയർത്തപ്പെടുന്നില്ല. അതോടൊപ്പം തന്നെ സ്ത്രീകളോടും അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തി, ഒരു ഭർത്താവിന് അർഹതപ്പെട്ടത് അയാൾക്ക് നിങ്ങൾ നൽകണം. അതൊരു പക്ഷേ സമാധാനമാകാം, അതൊരു പക്ഷേ ശരീരത്തിന്റെ സുഖമാകാം. ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലരൊക്കെ പറയുന്നത് പോലെ നാട്ടിൽ 5-8 ഖുർആൻ ക്ലാസ്സിലോട് പോലുണ്ട്, ഇന്റെ കാര്യമൊന്നും നോക്കലില്ല എന്നാണെങ്കിൽ ആ ദീനുകൊണ്ട് ഇസ്ലാമിന് പ്രത്യേകിച്ച് പ്രസക്തിയില്ല. തന്റെ ഭർത്താവിന്റെ തൃപ്തിയിലാണ് എന്റെ സ്വർഗമെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അധ്വാനത്തിനും വയർപ്പിനും ഞാനൊരു വലിയ പവിത്രത കൽപ്പിക്കണം എന്ന് ചിന്തിച്ച് സമൂഹത്തിനും കുടുംബത്തിനും മുൻപിൽ ആണിന്റെ വിലയും നിലയും വാങ്ങിക്കൊടുക്കുന്ന, അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ഞാൻ കയറുന്ന സ്വർഗത്തിൽ എന്റെ ഭർത്താവും മക്കളും ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന പെണ്ണാണെങ്കിലേ അവള് ചെയ്യുന്ന ഇബാദത്ത് അള്ളാന്റെ അടുത്തേക്ക് ഉയർത്തപ്പെടൂ. ഇന്ന് രാവിലെ എഴുന്നേൽക്കുക, ഭക്ഷണം കഴിക്കുക, റീൽസ് ഇടുക, വീണ്ടും കിടന്നുറങ്ങുക, അല്ലെങ്കിൽ ഔട്ടിങ്ങിന് പോകുക എന്നതിന് മാത്രം ഭർത്താക്കന്മാരെ കാണുന്നവരുണ്ട്. അത് ചെയ്തൊടുത്തിയില്ലെങ്കിൽ പിയാപ്ലാര് വേണ്ട. ആഴ്ചയിലും മാസത്തിലും വെറൈറ്റി ഫുഡ് വാങ്ങിക്കൊടുക്കാത്ത പിയാപ്ലന് വേണ്ട. കാലത്തിന് കൊള്ളാത്തവനെന്നും പയഞ്ചനെന്നും അല്ലെങ്കിൽ 990-ലെ 2K ഫുൻപുള്ളവനെന്നുമൊക്കെ ആണുങ്ങളെ ആക്ഷേപിക്കുന്ന പെണ്ണിനെ പറ്റി ഇസ്ലാം കൃത്യമായി രേഖപ്പെടുത്തി. അവർക്ക് എന്ത് ദീനുണ്ടെങ്കിലും, ഇന്ന് പറയുന്ന മാതിരി നല്ല ദീനുണ്ടാകും ജനങ്ങൾക്കിടയിൽ, പക്ഷെ വീട്ടിൽ ആണിന്റെ മനസ്സിൽ അതില്ലെങ്കിൽ അവളെ ഇബാദത്തും കർമ്മങ്ങളും അള്ളാന്റെ അടുത്തേക്ക് സ്വീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയത്, ഇദാ സ്വല്ലത്തിൽ മർഅത്തു, ഒരു പെണ്ണ് അവളെ നമസ്കാരം നിർവഹിച്ചു, ഹംസഹ 5, വസ്വാമത്ത് ഷഹ്റഹ, റമളാനിൽ നോമ്പും നോറ്റു, വഹഫിലത്തു ഫർജഹ, സൂക്ഷിക്കേണ്ടതൊക്കെ അവൾ സൂക്ഷിച്ചു, വഅത്വഅത്ത് സൗജഹ, ഭർത്താവിനെ അവൾ അനുസരിക്കുകയും ചെയ്താൽ. ആദ്യത്തെ 3 മാത്രമല്ല പറഞ്ഞ്, നിങ്ങൾ നിസ്കരിക്കണം, ഖുർആൻ ക്ലാസ്സിന് പോകണം, ബാക്കിയൊക്കെ നോക്കണം എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ നമുക്ക് പറയാം ശരി, അത് മതി പെണ്ണുങ്ങളെ ദീനിന്. പോരാ, വഅത്വഅത്ത് സൗജഹ, തന്റെ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഖീല ലഹ, അവളോട് പറയപ്പെടും, ഉദ്ഖുലിൽ ജന്നത മിൻ അയ്യു അബ്വാബിൽ ജന്നത്തി ശിഅതി, നീ ഉദ്ദേശിക്കുന്ന ഏത് വാതിലിലൂടെയും നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാം. നമ്മളെ അമല് അല്ലാഹുവിന്റെ അരികിലേക്ക് എത്തണമെങ്കിൽ നമ്മളെ ജീവിതത്തിൽ ഇബാദത്തിന്റെ ഭംഗി മാത്രം പോരാ, നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും ഭംഗി മാത്രം പോരാ,
സ്വഭാവത്തിന്റെയും കുടുംബത്തിന്റെയും ക്വാളിറ്റി കൂടി ചേരുമ്പോഴേ ഏത് അമലും അള്ളാന്റെ അടുത്ത് സ്വീകരിക്കൂ. നാട്ടിൽ നല്ല ദഅവത്ത് നടത്തി, രാത്രി മുഴുവനും പോസ്റ്റർ ഒട്ടിക്കാൻ പോയി, ആഴ്ചയിൽ എല്ലാ ദിവസവും റോട്ടുമേലിറങ്ങി, നാടൊട്ടുക്കും പ്രസംഗത്തിനും ദഅവത്തിനും അല്ലാത്ത ദീനീ പ്രവർത്തനത്തിനും മുന്നിലുണ്ട്. പക്ഷെ സ്വന്തം വീട്ടിൽ കഞ്ഞിയുണ്ടോ? ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം കിട്ടിയിട്ടുണ്ടോ? ഭാര്യ ആഗ്രഹിക്കുന്ന ശാരീരിക സന്തോഷം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒരല്പനേരം പെണ്ണുങ്ങളെ കൂടിയിരുന്ന് വർത്താനം പറയാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കാത്തവന്റെ ദീനീ ദഅവത്ത് പോലും പടച്ചോന് വേണ്ട എന്ന ഉലമാക്കൾ രേഖപ്പെടുത്തി. മാതാപിതാക്കളെ സംരക്ഷിക്കാത്തവന്റെ ഇബാദത്ത് റബ്ബിന് വേണ്ട. മാതാവിന്റെ തൃപ്തി കാണാത്ത മക്കളുടെ ഇബാദത്ത് പടച്ചോന് വേണ്ട. ഇസ്ലാം എന്ന് പറഞ്ഞാലും അള്ളാഹ് സ്വീകരിക്കുന്ന അമല് എന്ന് പറഞ്ഞാലും നമ്മൾ കാണിച്ചു കൂട്ടുന്ന അഭിനയങ്ങളോ ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളോ അല്ല. ഓരോ വക്ത് അള്ളാന്റെ മനസ്സ് മുൻപിലേക്ക് നെഞ്ചു വിരിച്ചു നിൽക്കുമ്പോഴും പടച്ചോന്റെ മുൻപിൽ തലകുമ്പിടുമ്പോഴും ഒരാത്മവിശ്വാസം ഉണ്ടാവണം, എന്റെ അമല് ആകാശം കടക്കുന്നു. കാരണം എന്റെ കുടുംബം, എന്റെ സമ്പത്ത്, എന്റെ ജീവിതം, എന്റെ ഇബാദത്ത്, എന്റെ അമലുകൾ ഇതൊക്കെ ഞാൻ കോർത്തിണക്കി കൊണ്ടുപോകുന്നുണ്ട് എന്ന ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ പറ്റുമ്പേ അള്ളാഹ് നിശ്ചയിച്ച ഏത് ഇബാദത്തും നമ്മളെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കൂ. അതാണ് തിരുദൂതം പഠിപ്പിച്ചതും. 5 വക്ത് നിസ്കരിക്കുന്നത് കറുത്ത തയമ്പുണ്ടാക്കാനും ശരീരത്തിന്റെ മെയ്വഴക്കം കാണാനും വേണ്ടിയിട്ടല്ല. 5 നേരം കുളിക്കുന്നവനെ പോലെ മനസ്സും ശരീരവും ശുദ്ധമാക്കാൻ ആ നിസ്കാരം നിങ്ങളെ സഹായിക്കുന്നില്ലെങ്കിൽ നാളെ പരലോകത്ത് നിസ്കാരം പോലും നിങ്ങളെ തിരിഞ്ഞുകുത്തും. അതുകൊണ്ട് അമല് പടച്ചോന്റെ അടുത്തേക്ക് എത്തണേ. ശഅബാൻ മാസത്തിലാ. അത് അള്ളാന്റെ അരികിലേക്ക് ഉയർത്തപ്പെടണമെങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ പിന്നീട് മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ ദീനിനെ ഹൃദയത്തിലേക്ക് ചേർത്ത് റബ്ബ് ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകരുതേ എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരുപാട് അനാചാരങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു മാസമാണ് റജബ്, ഷഅബാൻ എന്നീ 2 മാസങ്ങൾ. റജബ് മാസത്തിൽ മിഅ്റാജ് നോമ്പ് പോലെ ഷഅബാൻ മാസത്തിൽ ഒരു കൂട്ടം ആളുകൾ നിർമ്മിച്ച ഒരു പുതിയ ബിദ്അത്താണ് ബറാഅത്ത് നോമ്പ് എന്ന ഇസ്ലാമിക ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു നോമ്പ്. ഇതൊക്കെ പറയുമ്പോഴും ചില ആളുകൾ ചോദിക്കും, നോമ്പല്ലേ, നല്ലതല്ലേ, അത് എടുക്കുന്നവരെടുത്തോട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഓരോ വ്യക്തികൾക്കും നല്ലതെന്ന് തോന്നുന്നത് അള്ളാഹുവിന്റെ ദീനിൽ ചെയ്യാൻ നമുക്ക് സാധിക്കുമായിരുന്നെങ്കിൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ചില സഹാബത്ത് പറഞ്ഞതുപോലെ ഞാള് ഫുള്ളും നോമ്പ് വെൽക്കും, അള്ളാഹ്ക്ക് ഇഷ്ടല്ലേ? അള്ളാന്റെ ഹബീബ് തിരിച്ചു പറഞ്ഞു, അത് അള്ളാഹുവിന് ഇഷ്ടല്ല. ഞാൻ എന്ന് നോമ്പ് നോറ്റോ അതുപോലെ നിങ്ങൾ നോറ്റാ മതി. എന്നെക്കാളും വലിയൊരു പടച്ചോനെ സ്നേഹിക്കുന്ന ആളുകളായി മാറരുത് എന്ന് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്താനുള്ള കാരണം നമുക്കിഷ്ടമുണ്ട്, നല്ലതല്ലേ എന്നതിന്റെ പേരിൽ മതത്തിൽ ഒരു പുതിയ ആചാരം വരാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഞാനൊക്കെ ചിന്തിക്കും, രാത്രി പ്രഭാഷണവും കഴിഞ്ഞ് വീട്ടിലെത്തുന്നത് ഒരുപക്ഷെ രാത്രി പലപ്പോഴും ക്ഷീണം ബാധിക്കുന്നത് രാത്രി ഇശാ നമസ്കാരത്തിന്റെ സമയത്താ. അതുകൊണ്ട് ഇശാ 2ഉം സുബിഹി എന്തായാലും ഉറങ്ങിയെണീറ്റിട്ട് ഒരു ഫ്രഷായ 5 മണി സമയമായതുകൊണ്ട് അതൊരു 4 ആക്കായിരുന്നു എന്ന് എനിക്ക് തോന്നിയാൽ അതിന് ഇസ്ലാമ തെളിവില്ല. ഒരു ഇബാദത്ത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പ്രവാചകന്റെയും വിശുദ്ധ ഖുർആനിന്റെയും റബ്ബിന്റെയും കൽപ്പനയുണ്ടാവണം. അല്ലെങ്കിൽ ഉലമാക്കളെ ഇജ്തിമാ നടത്തി അവർ തീരുമാനമെടുത്ത് അറിയിച്ച ഒരു തീരുമാനമുണ്ടാകണം. ഷഅബാൻ 15ന്റെ പ്രത്യേകത എന്താ? ഇസ്ലാമിക ലോകത്ത് ബറാഅത്ത് ഖുർആൻ അവതരിക്കപ്പെട്ട ദിവസം എന്ന ലേബലിൽ ഇന്ന് വരുന്ന ബറാഅത്ത് നോമ്പിന് ഇസ്ലാമിക ചരിത്രത്തിൽ പ്രമാണങ്ങളില്ല. ഒരു വ്യക്തി എല്ലാ മാസത്തിലെയും 13, 14, 15 അയ്യാമുൽ ബീലിന്റെ നോമ്പെടുക്കുന്നവന് ആ 3 ദിവസം തുടർച്ചയായിട്ട് എടുക്കുന്നവന് എടുക്കാം എന്നല്ലാതെ
15 എനിക്ക് ബറാത്തിന്റെ നോമ്പ എന്ന് പറഞ്ഞിട്ടൊരു നോമ്പെടുക്കാൻ ഇസ്ലാമിക ചരിത്രത്തിൽ തെളിവില്ല. ആ ബറാഅത്തിന്റെ പേരും പറഞ്ഞ് രാത്രി നടത്തുന്ന 100 റക്അത്ത് നിസ്കാരം സലാത്തുൽ അൽഫിയ, ഒരു ഫാത്തിഹയും 10 സൂറത്തും, പിന്നെ സുജൂദ് പോയി തിരിച്ചു വന്ന് ഒരു ഫാത്തിഹയും 10 സൂറത്തും 20 സലാത്തുൽ അൽഫിയ ഇന്നും നിർവഹിക്കപ്പെടുന്ന പള്ളികളുണ്ട്. രാത്രി 3 യാസീൻ ഓതണം, എന്നാൽ മരിച്ചുപോയ ആത്മാക്കൾ വന്ന് വീട്ടിന്റെ വാതിൽക്കൽ നിൽക്കും എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അന്ന് രാത്രി ഒരു പ്രത്യേക രീതിയിൽ ഇബാദത്തുകൾ നിർവഹിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നവർ. ഇതൊന്നും ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഷാബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതൽ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. അത് കാരണം എന്ത് എന്ന് കഴിഞ്ഞ ആഴ്ച നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഉപകാരമില്ലാത്ത അറിവുകളിൽ നിന്ന് ഉപകാരമുള്ള അറിവുകൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. ചെയ്ത അമലുകൾ അള്ളാന്റെ അരികിലേക്ക് ഉയർത്തപ്പെടാൻ വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യണം. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, റബ്ബേ ഞാൻ നിന്നോട് തേടിക്കൊണ്ടിരിക്കുന്നു, ശരണം തേടുന്നു, കാവൽ ചോദിക്കുന്നു. റബ്ബേ മിൻ ഖൗലി ലാ യുസ്മഅ, നീ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാക്കുകൾ നിന്റെ നാവുമെന്നുണ്ടാവരുത്. മിൻ ഖൗലി, ഒരു അക്ഷരം എന്റെ നാവുമെന്നുണ്ടാവരുത്. ആർക്കിഷ്ടപ്പെടാത്ത? ജനങ്ങൾക്കല്ല. നീ ഇഷ്ടപ്പെടാത്തത്, അതിൽ പരദൂഷണം വരും, എന്തും പെടും. അത് ഇഷ്ടപ്പെടാത്തൊരു വാക്കിന്റെ നാവുമെന്നുണ്ടാവരുത് റബ്ബേ. വഅമലിൻ ലാ യുർഫഅ, നിന്നിലേക്ക് ഉയർത്തപ്പെടാത്ത അമലുകളിൽ നിന്നും ഞാൻ നിന്നോട് കാവല് ചോദിക്കുക. ഞാൻ കുറെ എന്തൊക്കെയോ ചെയ്യലുണ്ട്, എന്റെ അടുത്തേക്ക് അത് ഉയർത്തപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആ അമലുകൊണ്ട് എന്ത് ഗുണാ റബ്ബേ എനിക്കുള്ളത്? അതുകൊണ്ട് നിന്നിലേക്ക് ഉയർത്തപ്പെടാത്ത അമലുകളല്ല എനിക്ക് വേണ്ട, നിന്നിലേക്ക് ഉയർത്തപ്പെടുന്ന അമലുകളായിട്ട് നീ എനിക്കത് തരണം. അതോടൊപ്പം വഖൽബിൻ ലാ യഖ്ശഅ, ഭയപ്പെടുന്ന, നിന്റെ സ്ഥാനത്തെക്കുറിച്ച് ഭയം തോന്നുന്ന, നിന്നെ ഭയം കൊണ്ട് സ്നേഹിക്കാൻ പറ്റുന്ന ഒരു കൽബ് എനിക്ക് ഉണ്ടാക്കി തരണം. ഇന്ന് ആളുകൾക്ക് നരകം പറയുമ്പോഴേ പേടിയുള്ളൂ. ആ പേടിയല്ല ഇസ്ലാം മുൻപോട്ട് വെച്ച് സ്വർഗം കണ്ട് ആനന്ദിക്കാൻ, സ്വപ്നം കാണാൻ. അതുകൊണ്ട് റബ്ബേ എനിക്ക് ആ ഭയമുണ്ടാകുന്ന ഒരു മനസ്സുണ്ടാവണം. എനിക്ക് നഷ്ടപ്പെട്ടുവോ എന്നുള്ള ഭയം, അല്ലാതെ ഞാനിപ്പോ തീയിൽ വീഴുവോ എന്നുള്ള ഭയമല്ല, എനിക്ക് സ്വർഗം നഷ്ടപ്പെട്ടുവോ എന്നുള്ള ഭയം. അങ്ങനെ ഒരു ഭയമുള്ള മനസ്സെനിക്ക് ഉണ്ടാക്കി തരണം റബ്ബേ. വഇൽമിൻ ലാ യുൻഫഅ, ഉപകാരമില്ലാത്ത അറിവുകളിൽ നിന്ന് നീ എന്നെ കാക്കുകയും ചെയ്യണം. ഉപകാരമില്ലാത്ത ഒരുപാട് അറിവിന്റെ മനസ്സിലുണ്ട്, അതിന് കാത്തുരക്ഷിക്കുകയും ചെയ്യണം. ഇത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പതിവാക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൗലി ലാ യുസ്മഅ വഅമലിൻ ലാ യുർഫഅ വഖൽബിൻ ലാ യഖ്ശഅ വഇൽമിൻ ലാ യുൻഫഅ. ഇത് നിരന്തരം പതിവാക്കിയിരുന്നു സ്വഹാബത്ത്. അവർ അമലുകൾ അള്ളാന്റെ അരികിലേക്ക് എത്താൻ. വരാനിരിക്കുന്ന പരിശുദ്ധ റമളാനിൽ നമ്മളെ അമലുകൾ അല്ല, അതിന്റെ മുൻപേ ചെയ്തത് അള്ളാഹുവിന്റെ അരികിലേക്ക് ഉയർത്തപ്പെടണമെങ്കിൽ ഈ ഒരു സ്വഭാവത്തിന്റെ ഉടമകളായി മാറാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബെ, അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അള്ളാഹുവെ, മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് നാഥ. മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ നാഥ. ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് റബ്ബേ. എല്ലാം എളുപ്പം ശിഫ നൽകി ആഫിയത്തോടെ ദീർഘായുസ്സോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുവേ, വസിയത്ത് നടന്നവരുണ്ട് പ്രാർത്ഥിക്കാൻ. അസുഖം ബാധിച്ച് അങ്ങേയറ്റം പ്രയാസപ്പെടുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞവർ, വെന്റിലേറ്ററിൽ കിടക്കുന്നവർ, നാദാ ഓരോരുത്തർക്കും എന്താണോ ഏറ്റവും ഹൈറായത് ആ ഹൈറായതിലേക്ക് നീ എളുപ്പം നൽകുകയും ക്ഷമയോടെ അതിനെ നേരിടാൻ നീ ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ. മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, അള്ളാഹുവെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, മെഹബൂബ് സാഹിബ് അടക്കം നിന്റെ വിളിക്ക് ഉത്തരം നൽകി നാഥ. കബറിടം വിശാലമാക്കി കൊടുക്കുകയും നിന്റെ സ്വർഗത്തിൽ നീ ഞങ്ങൾ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ നാഥ. കടബാധ്യതയിൽപ്പെട്ടവരുണ്ട്, ഹറാമായ ലോണ് പോലെയുള്ള സംവിധാനത്തിൽ അബദ്ധം കൊണ്ട് ചാടിപ്പോയവരുണ്ട്. മരണത്തിന്റെ മുൻപ് അതിൽ നിന്നെല്ലാം മുക്തമായി ഹലാലായ സമ്പാദ്യത്തോടെ ജീവിച്ചു മരിക്കാൻ ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ. വരാനിരിക്കുന്ന പരിശുദ്ധ റമളാനിൽ നീ ഞങ്ങൾക്ക് സ്ഥാനം നൽകുകയും നീ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ച്
നിന്നിലേക്ക് തൃപ്തി നേടുന്ന മുഅ്മിനീങ്ങളാവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ അൻസുർ ലിഗസ്സ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ.